ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, SLC+2 ഓണ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന പലരും SLCയും +2 പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും ഒരുപക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത് എന്ത് പുല്ലെന്ന് പറഞ്ഞ് ഒരു പുസ്തകം പോലും തുറക്കാത്ത ഒരുപാട് പേരുണ്ടാകും. അതായത് ഒരു തരത്തിലുള്ള ഐഡിയയും ഇതുവരെയും കിട്ടാത്തവരുണ്ടാകും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള റിവിഷനോട് കൂടി. നിങ്ങൾ വ്യക്തമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ പല ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വന്നിട്ടുണ്ടാകില്ല. എങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള സമയമുണ്ട്. മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ SLC+2 ഓണ പരീക്ഷകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് റിവിഷൻ തുടങ്ങാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അതായത് SLCയുടെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, അത് കൃത്യമായിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. +2ന്റെ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ള അതുവരെയും, അതായത് ഇത്തവണ അവർക്കാണല്ലോ അതിനുള്ള ഒരു ചുമതല. അപ്പോൾ ആ ഒരു പാഠഭാഗം എടുത്തുകൊണ്ട് നിങ്ങൾ റിവിഷൻ നടത്തേണ്ട കൃത്യമായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ഒന്നേന്ന് പഠിച്ചു വരിക, അങ്ങനെ ഒന്നുമല്ല. കൃത്യമായിട്ട് 1 മാർക്കിനുള്ളത്, 2 മാർക്കിനുള്ളത്, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്ത് അതിനുവേണ്ടി തയ്യാറായാൽ മാത്രം മതി. മറ്റൊന്നുമല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ചെയ്യുക, അതിനുവേണ്ടിയുള്ള ആൻസർ തയ്യാറാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ. മറ്റൊന്നുമല്ല, ഇനി അങ്ങോട്ടുള്ള ചെറിയ ചെറിയ ഷോർട്സിലൂടെയും ചെറിയ ചെറിയ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോകളിലൂടെയും SLC അതുപോലെ തന്നെ +2 ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ലോങ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ മുന്നിലേക്ക് 2 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്ന ടൈപ്പിലേക്ക് ക്യാപ്സ്യൂൾ പരുവത്തിൽ തരുമ്പോൾ അത് മാത്രം നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോയാൽ ഒരു പക്ഷേ ഉയർന്ന മാർക്ക് മേടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാവിധ പാഠഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നതിൽ SLCയിലെ എത്ര പേർക്ക് അത്തരത്തിൽ ആവശ്യമുണ്ട്, നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് അറിയാൻ കൂടിയാണ്. അതോടൊപ്പം +2 കാണുന്നതിൽ തന്നെ സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, ഏതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ കവർ ചെയ്യേണ്ടത്, അതുകൂടി ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ റിവിഷൻ ഞങ്ങളോടൊപ്പം ചെറിയ ചെറിയ ഇത്തരത്തിൽ വലിയ ലോങ് ക്ലാസ്സുകളോ ലൈവ് ക്ലാസ്സുകളോ ഒന്നും തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിതാ ഗൈഡ് തരുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവസാന നാളുകളിൽ നമുക്കൊരു ക്വിക്ക് മാരത്തോൺ റിവിഷൻ പോലെ തന്നെ സെറ്റ് ചെയ്യാം. എന്തായാലും കാത്തിരിക്കുക ഏറ്റവും പുതിയ വീഡിയോകൾക്ക്.